ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് 3 വയസ്സിൻ്റെ സൈസിൽ സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ടാണ്. കോളർ ടൈപ്പ് ടോപ്പായിട്ടാണ്. ബാക്ക് ഓപ്പണായിട്ട് വളരെ സിമ്പിളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ടോപ്പിന് വേണ്ടിയിട്ട് താഴെ കാലപ്സ് എന്ന രീതിയിലാണ് ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെത് മാത്രം കൂട്ടിയാണ് ലെങ്ത്ത് എടുക്കുന്നത്. അതിന് 11.5 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിന് മടക്കി അടിക്കാനുള്ള അളവിൽ 1 ഇഞ്ച് കൂടുതൽ എടുത്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 12.5 ഇഞ്ചിൽ ഇത് മാർക്ക് ചെയ്യുക. ഷോൾഡർ 4.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം സൈഡിലോട്ടൊരു ലൈൻ വരച്ചിട്ട് ഇതുപോലെ സെൻട്രലിൽ നിന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഹോൾ കർവ് വരച്ച് കൊടുക്കുക. സ്കെയിലുള്ളവർ സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനോട് തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടി കൂട്ടി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തുക. അതുപോലെ വേസ്റ്റിൻ്റെ എത്രയാണോ അതിൻ്റെ ഒപ്പം 1.5 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പും കൂടി ഇതുപോലെ കൂട്ടി അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ ഫ്രണ്ട് പാർട്ടായതുകൊണ്ട് പക്ഷക്കുഴി ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കി ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്കിന് സ്ലോപ്പ് ഇടാനായിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നെക്കിൻ്റെ വിത്ത് 2.25 ഇഞ്ച് നെക്കിൻ്റെ വിത്തും നെക്കിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചും അടയാളപ്പെടുത്തുക. അതിനുശേഷം ബോക്സ് പോലെ വരച്ചിട്ടൊന്ന് റൗണ്ടിൽ വരച്ചു കൊടുക്കുക. കോളർ നെക്കായിട്ടാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അധികം ഇടിക്കാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം സ്ലോപ്പും കൂടി ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കക്ഷക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ 1/2 ഇഞ്ച് കയറ്റി ഒന്ന് വരച്ചു കൊടുക്കണം ഫ്രണ്ട് പാർട്ടിനേലും. അതിനുശേഷം ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. സൈഡ് പാർട്ടിൽ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് അതിനേലും കൂട്ടി വേണം. സൈഡ് പാർട്ട് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് സൈഡ് പാർട്ട് കൂട്ടി വേണം അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ 1/2 ഇഞ്ച് താത്തി നെക്കൊന്ന് അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുക്കൂടി ഇതുപോലെ ഒന്ന് ബാക്ക് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെറ്റ് ഇതുപോലെ വെച്ചിട്ട് ചീത്തവശം മറിച്ച് ഇതുപോലെ വെച്ചിട്ട് താഴെ ലൈനിങ് ആദ്യമേ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 2 സൈഡും. അതിനുശേഷം ലൈൻ ഇതുപോലെ നെറ്റ് ഇങ്ങനെ വെച്ചിട്ട് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സൈഡ് ഭാഗം. അതുപോലെ തന്നെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ താഴെ ലൈനിങ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി അടിക്കുക. അതിനുശേഷം ഇതുപോലെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. താഴെ ആദ്യം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊക്കെ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി കറക്റ്റാക്കി എടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടിൽ ഓപ്പൺ ആയതുകൊണ്ട് ഹുക്ക് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് വെച്ച് പീസ് ഒരു സൈഡ് റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഇത്തിരി കുറച്ചുകൂടി വീതിയുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം പുറത്തോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്രസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെ രണ്ട് സൈഡും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലോപ്പ് അനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് നെക്ക് ഒന്ന് മടക്കി ഇടുക. കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഒന്ന് കോളർ കട്ട് ചെയ്യാനായിട്ട് മെഷർമെൻ്റ് എടുക്കണം. കറക്റ്റായിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് ടേപ്പ് വെച്ച് വളച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് വളച്ച് ഇതുപോലെ ഒന്ന് മെഷർമെൻ്റ് എടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കുക. 6.25 ഇപ്പം ഇതിൽ വന്നിരിക്കുന്നത്. എത്രയാണോ വരുന്നത് ആ രീതിയിൽ വേണം സ്റ്റിഫ് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 3 ഇഞ്ച് വീതിയിൽ സ്റ്റിഫ് കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് എത്ര അളവാണ് അതിനേലും കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. വീതി 3 ഇഞ്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഇവിടെ നിന്ന് ആ എത്ര മെഷർമെൻറ്റ് വന്ന ആ മെഷർമെൻറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെ വെച്ചിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തുക. 6.25 ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഒരു പിന്ന് കുത്തിയിട്ട് വേണമെങ്കിലും വരച്ചാൽ മതി. പേപ്പർ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ വരച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. സ്ട്രൈറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഒന്ന് വരച്ചതിന് ശേഷം ഇവിടെ ഈ അരികിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ എടുത്തത് ആ ലെങ്ത്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ മാർക്കിലൂടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ വരച്ച് മറ്റേ ആ 1 ഇഞ്ച് മാർക്കിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം കോളറിൻ്റെ കുട്ടികൾക്ക് കഴിയുമ്പോൾ അധികം വീതി വേണ്ട ആവശ്യമില്ല. ഒരു 3/4 ഇഞ്ചിനേലും 3/4 ഇഞ്ച് എടുക്കണമെങ്കിൽ 3/4 ഇഞ്ച് എടുക്കാം. 3/4 ഇഞ്ചിനേലും കുറച്ച് ഒരു പോയിൻ്റ് കുറച്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത്. 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള 1 ഇഞ്ച് കൂടി കൂട്ടി ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മൊത്തം ഒന്ന് മാർക്ക് ചെയ്യുക. വരയിൽ കൂടി തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇടക്കുന്നതാണ് വെച്ചിരിക്കുന്നത് എളുപ്പത്തിന് അടയാളപ്പെടുത്താനായിട്ട്. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ ഇതുപോലെ എത്രയാണോ കറക്റ്റ് ഇങ്ങനെ ഒന്ന് എവിടെയാണോ ആ മെഷർമെൻറ്റ് 6.25 വരുന്നത് ആ അളവ് അതൊന്ന് അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് വരച്ചു. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു പിന്നൊന്നിങ്ങനെ കുത്തിയിട്ട് കറക്റ്റായിട്ടൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പീസിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തിട്ട് ഈ അരികിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് അയൺ ചെയ്തെടുക്കുകയോ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഇപ്പോൾ ഒറ്റ പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആ ഭാഗം ഇതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ലൈനിങ് വെച്ചിരിക്കുന്നത് നെറ്റായ കൊണ്ട് ആ പീസിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ അരികിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്നിങ്ങനെ ആ സ്റ്റിഫിൻ്റെ അരികിൽ കൂടി സ്റ്റിഫിൽ കയറാത്ത രീതി അരികിൽ കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് സ്റ്റിഫിൽ കയറാത്ത രീതിയിൽ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന്
തയ്യലിൽ കയറാത്ത രീതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സൈഡ് മടക്കി ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതുപോലെ തയ്യൽ തുമ്പ് ഇട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതുപോലെ ഈ അരികിൽ ഇങ്ങനെ ഒന്ന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ചെടുക്കുക. കറക്റ്റായിട്ട് ആ മൂലയൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് മറിച്ചെടുത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ടൊന്ന് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. ഇതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് ഇതുപോലെ ആ പീസ് ബോഡി പീസിൻ്റെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഇതുപോലെ വെച്ചിട്ടൊന്ന് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്നാണ് കോളർ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡ് സ്റ്റിഫിൻ്റെ സൈഡല്ല നെറ്റായത് കൊണ്ടാണ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ അപ്പുറത്തെ സൈഡിൽ മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ മറിച്ച് ഈ അരികൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം മറിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നെറ്റിൻ്റെ സൈഡിട്ട് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നൂത്തി എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കക്ഷക്കുഴി ഇതുപോലെ കൈയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവ് വെക്കുന്നില്ല. അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇതുപോലെ ക്രോസ് പീസ് 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ഇതും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് കട്ട് ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം ഈ അരിക് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളിലോട്ട് വെച്ച് ഹെം ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്താൽ മതി. ഇതുപോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്യൽ കയറാത്ത രീതിയിൽ അതിനുശേഷം ഉള്ളിലോട്ട് ഇതുപോലെ വെച്ചിട്ട് ഹെം ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം 2 സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എത്രയാണോ ഷേപ്പ് അത് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്തെടുക്കുക. സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്യാനായിട്ട് സ്കേർട്ട് പാർട്ട് ലെങ്ത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലെങ്ത്ത് കറക്റ്റ് ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മടക്കി അടിക്കണമെന്നാണെങ്കിൽ അതേ രീതിയിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നെറ്റായതുകൊണ്ട് കുഴപ്പമില്ല. ലൈനിങ് ഇതുപോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൈനിങ് 13 ഇഞ്ചിലാണ് ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിഷ്യത്തിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. മിഷ്യത്തിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് എടുത്തതിന് ശേഷം ചുരുക്കിടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പിരി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ലൈനിങ് ഇതും ഇങ്ങനെ ചുരുക്കിയിട്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം കറക്റ്റായിട്ട് എല്ലാ സൈഡും ചുരുക്കിയിട്ടതിന് ശേഷം പടിപ്പീസ് കട്ട് ചെയ്യാനായിട്ട് 11 ഇഞ്ച് ലെങ്ത്തിൽ 3 ഇഞ്ച് വീതിയിൽ ആണ് പടിപ്പീസ് കട്ട് ചെയ്യണത്. ആക്ച്വലി നിങ്ങളുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇലാസ്റ്റിക് എത്രയാണോ വീതി അതനുസരിച്ച് വേണം വീതി കറക്റ്റ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് കട്ട് ചെയ്യണത് 18 ഇഞ്ച് വീതിയിലാണ്, നീളത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അതിനേൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടും
ചുരുക്കിട്ടെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യമേ ലൈനിങ്ങും നെറ്റും കൂടി. അതിന് ശേഷം ഇതുപോലെ ആ പടി പീസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് ഇങ്ങനെ എടുക്കുക. കറക്റ്റായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക് വലിഞ്ഞ് ഉള്ളിലോട്ട് പോകാതിരിക്കാനായിട്ട് 2 സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചായിട്ട് എല്ലായിടത്തും ചുരുക്ക് വരും. അതിനുശേഷം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ നെറ്റ് ഉള്ളിലോട്ടൊന്ന് മാറ്റിയിട്ട് ബാക്കി ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലെയറായിട്ട് ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ആ ലോക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തൊന്ന് ലൈനിങ്ങും നെറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എത്രയാണോ ലെങ്ത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മെഷർമെൻറ്റ് കൂടി ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് ഫൈനൽ ലുക്ക്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ കറക്റ്റ് ബാക്ക് ഓപ്പണിൽ ഞാൻ ഇതുപോലെയാണ് ഹുക്സിന് വേണ്ടി ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, വീഡിയോ ലൈക്ക് ചെയ്ത് താങ്ക് യു.